ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ 2 പിരമിഡാണ്. എല്ലാവരും പിരമിഡ് എഴുതുന്ന രീതി പഠിച്ചു വെക്കുക. ഏത് പിരമിഡ് വന്നാലും ഇതുപോലെ എഴുതാൻ പഠിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് ചോദ്യം നോക്കാം. വാക്യ പിരമിഡിക്ക് പൂർത്തീകരെ. വാക്യ പിരമിഡ് പൂർത്തിയാക്കുക. ഇവിടെ നമുക്ക് തന്ന വാക്കുകൾ നോക്കാം. നാവ് ചോടുതി, നടുക്കട് നാവ് ചോടുതി. ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് പാനീമേം എന്നും ബഹുത്ത. പാനീമേ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ, ബഹുത്ത ഒഴുകുന്ന. അപ്പോൾ ഉത്തരം എങ്ങനെ എഴുതും നോക്കാം. പിരമിഡ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഉത്തരം എഴുതുമ്പോൾ ആൻസർ പിരമിഡ് എന്ന് ഹെഡിങ് കൊടുക്കുക. നാവ് ചോടുതി, നമുക്ക് തന്ന ചോദ്യം തന്നെയാണ് ആദ്യം കൊടുക്കേണ്ടത്. നാവ് ചോടുതി, നടുക്കട് നാവ് ചോടുതി. അപ്പം നാവ് ചോടുതി, നടുക്കട് നാവ് ചോടുതി. മൂന്നാമത്തെ ലൈനിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ കൂട്ടിയിട്ടാണ് കൊടുക്കേണ്ടത്. നടുക്കട് പാനീമേ നാവ് ചോടുതി. നടുക്കട് വെള്ളത്തിൽ തോണി ഇട്ടു, ഒഴിവാക്കി. നാലാമത്തെ ലൈനിൽ നടുക്കട് ബഹുത്ത പാനീമേ നാവ് ചോടുതി. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ നമ്മളതിലേക്ക് കൂട്ടിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ പിരമിഡ് പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പിരമിഡ് നോക്കാം. പിരമിഡ്ക്ക് പൂർത്തീകരെ. വാക്യ പിരമിഡ് പൂർത്തിയാക്കുക. ഖായ, താൾമക്കാന ഖായ, ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഖായ കഴിച്ചു, താൾമക്കാന ഖായ ഒരു ഔഷധ ചെടി കഴിച്ചു. ഇവിടെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് മേനേം, ഞാൻ, ജീബർ മനസ്സ് നിറയെ, ഹൃദയം നിറയെ, വളരെ തൃപ്തിയോടെ, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇത് ചേർക്കണം, നമുക്ക് ഈ ഓപ്ഷൻ ചേർക്കണം. ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് തന്നെ കൊടുക്കുക. ഖായ കഴിച്ചു. രണ്ടാമത്തെ ലൈനിൽ താൾമക്കാന ഖായ. മൂന്നാമത്തെ ലൈനിൽ നമ്മൾ ഓപ്ഷൻ ചേർക്കണം, ജീബർ എന്ന് ചേർക്കുക. ജീബർ താൾമക്കാന ഖായ, മനസ്സ് നിറയെ, ഹൃദയം നിറയെ താൾമക്കാന കഴിച്ചു. നാലാമത്തെ ലൈൻ മേനേം എന്ന് കൊടുക്കുക. മേനേം ഞാൻ, ജീബർ താൾമക്കാന ഖായ, ഞാൻ എൻ്റെ ഹൃദയം നിറയെ താൾമക്കാന ഖായ, താൾമക്കാന കഴിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പിരമിഡ് പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ പിരമിഡ് തയ്യാറാക്കണം. നമ്മൾക്ക് 2 മാർക്കിനാണ് പിരമിഡ് വരാറ്. ഒരുപക്ഷെ ചില സമയത്ത് 3 മാർക്കിനും വരാറുണ്ട്. പഠിക്കുക. അപ്പം ഓരോ പാഠഭാഗത്തിൽ നിന്നും ഇനിയും വരാൻ സാധ്യതയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 1 വേർഡ് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് അടുത്ത ഓരോ പാഠഭാഗത്തിൽ നിന്നും പഠിക്കണം. ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതെല്ലാം പഠിച്ച് മുഴുവനാക്കണം. സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.